ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാനിന്നൊരു വെറൈറ്റി ഭക്ഷണമായിട്ടാണ് വന്നിട്ടുള്ളത്. വെറൈറ്റി വെച്ചാൽ ഇതിൻ്റെ മുന്നേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ. ഇതിൻ്റെ കുറച്ചൊരു ഭാഗം കണ്ടപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ മന്തിൻ്റെ റൈസ് പറഞ്ഞാൽ ഫ്രൈഡ് റൈസിൻ്റെ അരിയായിട്ടാണ് ഞാൻ മന്തി ഉണ്ടാക്കൽ. എനിക്ക് ആ ഒരു റൈസിനോടാണ് താല്പര്യം. മറ്റേ ഒരു റൈസ് അത്ര ഒരു കളറ് കിട്ടാത്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ ഞാനത് 2 മണിക്കൂർ നേരം കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ തിളച്ച വെള്ളത്തിലേക്ക് അതിട്ട് കൊടുത്തു അരി. പിന്നെ ഒരു ടേബിൾ സ്പൂൺ സുർക്കയും അതേപോലെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഞാൻ സാധാരണ ഈ ഫ്രൈഡ് റൈസ് ആയാലും മന്തി ആയാലും ഒക്കെ ചോറ് ഉണ്ടാക്കിയെടുക്കൽ കേട്ടോ. അതിൽ നമ്മൾ കറാമ്പട്ടൻ്റെയും കറാമ്പൂവിൻ്റെയും ഇതിൻ്റെയൊക്കെ മസാലകളും ഇതൊക്കെ ഇട്ട് വിചാരിച്ചിട്ട് ഒരു കാര്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വെച്ചാൽ അതെല്ലാം ആ വെള്ളത്തിൽ കൂടെ പോവുകയാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യൽ. അപ്പോൾ ഞാൻ ചെയ്യണത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ തോലുള്ള കോഴി കൊടുത്തിട്ടുണ്ട്. നമ്മളെ ബ്രോസ്റ്റ് കോഴി ഉണ്ടല്ലോ, അതാണ് വലിയ പീസാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് കേക്കിക്കാണ്ട് പിന്നെ വെള്ളത്തിലിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതൊന്ന് ഇടയ്ക്ക് ഒന്നും കൂടി കഴുകി വെള്ളം മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതങ്ങനെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ പണിക്കാർക്ക് കഞ്ഞിയുണ്ട്, അവർക്കുള്ള കഞ്ഞിക്ക് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ രാവിലെ ദോശക്ക് ചട്ടീനെ അരച്ചപ്പോൾ കുറച്ച് കൂടുതൽ അരച്ച് കണ്ട് പൊട്ടുകടലൊന്നും ഇടാതെ അരച്ചത്. അത് വെച്ചാൽ അവരെ കൂട്ടാനത്തേക്ക് വേണ്ടിയിട്ട് മുരിങ്ങൻ്റെ ഇലയും പൂളക്കിഴങ്ങും കൂടി കൂട്ടാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാൻ വിചാരിച്ച് കാട്ടിയേട്ടെ. ഇങ്ങനത്തെ ഓരോരോ തരികട നുറുക്ക് പരിപാടികളൊക്കെ നമ്മളെടുത്തുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറ് നല്ല വെണ്ണം വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളെ ഫ്രൈഡ് റൈസിനുള്ള അരിയും കുറച്ചും കൂടി വേവിച്ചെടുക്കണം കേട്ടായി ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് ഞാൻ രാവിലെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഉച്ചക്ക് ഒരു 11:30 മണിക്കാണ് ഞാനിത് റെഡിയാക്കി എടുക്കുകയുള്ളൂ. അപ്പോൾ ഈ ചൂടാറാത്ത പാത്രത്തേക്ക് റെഡിയാക്കി വെക്കലാണ്. അപ്പോൾ അരി ചൂടാറാതെ നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ എന്താ ചെയ്യൽ വെച്ചാൽ ഒന്നായിട്ട് അതിലേക്ക് ഇട്ട് വെച്ചുകാണ്ട് പെട്ടെന്ന് റെഡിയാക്കലാണ് കേട്ടോ നന്നാവുക. അപ്പോൾ ഞാനിത് ചൂടാറാത്ത പാത്രത്തിലേക്ക് വെക്കലാണ്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഈ ഇറച്ചിക്ക് 3 കറാമ്പൂക്കും 3 ഏലക്കായും 1 കഷ്ണം പട്ടയും കൂടി കുത്തി ചതച്ചിട്ടതാണ്. അപ്പോൾ നമ്മൾ ഈ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കറാമ്പൂവും കറാമ്പട്ടിയും അതേമാതിരി ഏലക്കായും ഒന്നും ഇടേണ്ട ഒരാവശ്യമില്ല മക്കളെ. ഇങ്ങനെ ചതച്ചിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് അതിൽ കിട്ടും ചെയ്യും. പിന്നെ അത് വേസ്റ്റ് ആവില്ല. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും അതേമാതിരി 1 തക്കാളി അരച്ചത്, ഒരു ചെറിയൊരു വല്യുള്ളീൻ്റെ കഷ്ണവും, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഓരോരോ ടേബിൾ സ്പൂൺ വീതവും, പച്ചമുളക് അതേമാതിരി ആവശ്യത്തിന് നിങ്ങളെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും, അതേമാതിരി 1 കപ്പ് തൈര്. അത് അധികം പുളി വേണ്ട കേട്ടോ, ഭയങ്കര പുളിയല്ല, നല്ല അത്യാവശ്യം നേരെ ഒരു പുളി വേണതാനും. പിന്നെ ആ പാത്രത്തിൽ ഒരു എത്ര തൈര് എടുത്ത് വെച്ചാൽ അതിനനുസരിച്ച് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി സൺഫ്ലവർ ഓയിൽ ഇതൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. എനിക്കാദ്യം മടിയായിരുന്നു കേട്ടോ വെളിച്ചെണ്ണയിൽ വെക്കാൻ. അപ്പോൾ കാക്ക എപ്പോഴും പറയും പിന്നെ ഈ വെളിച്ചെണ്ണയാണ് നല്ലത്, സൺഫ്ലവർ ഓയിലൊക്കെ ഉണ്ടാക്കുന്നതും ഇതൊന്ന് അറിയഞ്ഞിട്ടാണ്, അത് നമുക്ക് ശരീരത്തിന് നല്ലതല്ല വെച്ചിട്ട് ഇങ്ങനെ എപ്പോഴും പറയലുണ്ട്. പക്ഷേ നമുക്ക് ഈ സൺഫ്ലവർ ഓയിലിൽ അല്ലാതെ വെക്കുന്നത് മനസ്സിൽ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വെളിച്ചെണ്ണയിൽ വെച്ചാൽ എന്തായാലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും, വെളിച്ചെണ്ണൻ്റെ ടേസ്റ്റ് വരും എന്ന് പറഞ്ഞപ്പോൾ കാക്ക എന്നോട് പറഞ്ഞ് ഇതൊരു കാര്യം ചെയ്യും, ഒരു പ്രാവശ്യം ഇത് വെളിച്ചെണ്ണയിൽ വെച്ച് നോക്ക്, എന്നിട്ട് നമുക്ക് ചോയ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് യൂസ് ചെയ്യേണ്ടാറ്. അങ്ങനെ എന്തിന് പറയണോ, ഞാനൊരു പ്രാവശ്യം വെളിച്ചെണ്ണയിൽ വെച്ചു, ഒരു രുചി വ്യത്യാസവും ഇല്ല. അപ്പോൾ അവയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതേമാതിരി ഒരു മാഗിൻ്റെ പാക്കിൽ 2 കട്ട ഉണ്ടാവില്ല, ആ ഒരു മാഗിൻ്റെ പാക്കിൽ കട്ട്, ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടി നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അതാണ് ഗരം മസാലപ്പൊടി. ഇത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഗരം മസാലപ്പൊടിയാണ് കേട്ടോ. അതുമാതിരി കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ നല്ല നൈസായിട്ട് പൊടിച്ചിട്ടില്ല, എന്നാലോ കുറേശ്ശൊക്കെ പൊടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു 1/2-3/4 മണിക്കൂർ അവിടെ വെക്കുക. അതിന് ശേഷം നമുക്കത് റെഡിയാക്കി എടുക്കുക. ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലൊരു ഇപ്പറിൻ്റെ മാതിരി ഒരു കെമിക്കലും ഞാൻ ചേർത്തിട്ടില്ല, കളറോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ അങ്ങനെ കളറ് വെറൈറ്റിക്കും വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോക്ക് ഇത് കിട്ടാൻ വേണ്ടി ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചാലും നല്ല ടേസ്റ്റിലും റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ കോഴിയിൽ എരിവും ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം കൈക്കൊണ്ട് നല്ലോണം നൗണ്ടി കൊടുക്കുക എന്ന് പറയും.
അപ്പോൾ ഈ പിന്നെ ഇതിൽ കോഴിയിൽ നമുക്ക് അത്യാവശ്യം നെയ്യ് ഉണ്ടാവുമല്ലോ, നമ്മൾ ബ്രോസ്റ്റ് കോഴി ആയതുകൊണ്ട് തന്നെ ഇതുണ്ടില്ലങ്ങൾ. അപ്പോൾ ഇതിനനുസരിച്ചാണ് നമുക്ക് വെളിച്ചെണ്ണ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാടൊന്നും ഇനി ചേർത്ത് കൊടുത്തിട്ടില്ല. 1 കിലോ അരി ഇട്ടാണ് വെക്കുന്നത്. അതേമാതിരി കുറച്ച് കൂടുതൽ ഇറച്ചിയും കൂടി ചേർത്ത് കൊടുക്കും. 1.25 കിലോ ഇറച്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ രാത്രി ഡ്രൈവർക്ക് ഈ ചോറ് പറ്റിയ കാരണം. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടാതെ കുറച്ച് ഞാൻ പണിക്കാർക്ക് സാധാ ചോറും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ചുകൊണ്ട് തിളപ്പിച്ചെടുക്കുക. അന്ന് മൂടിയിട്ട് കാണ്ടൊന്ന് ഏകദേശം 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി മൂടിയിട്ട് കാണ്ട് ഒന്ന് റെഡിയാക്കി എടുക്കട്ടോ. അപ്പോൾ നമുക്കൊരു നല്ലവണ്ണം ചൂടായി ഒന്ന് മിക്സ് ആയതിൻ്റെ ശേഷം ഇതിലെ ഉപ്പും എരിവും ഒക്കെ ഒന്ന് കറക്റ്റാന്ന് നോക്കിയതിൻ്റെ ശേഷമാണ് നമുക്ക് ദമ്മിട്ട് കൊടുക്കാൻ. അപ്പോൾ ഇത് പെട്ടെന്ന് പരിപാടി കഴിയുമേ, വേഗമുണ്ട് റെഡിയാക്കാൻ. പക്ഷേ മുൻകൂട്ടി നമ്മൾ ഈ മസാല ഒന്ന് റെഡിയാക്കി വെച്ചാൽ നല്ലതാണ്. ഇപ്പോൾ പെട്ടെന്ന് വിരുന്നേര് വരുന്നേക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും ഇത് പറ്റും. അപ്പം നമുക്ക് കുറച്ചും കൂടി പിന്നെ മസാല പിടിക്കാൻ കുറച്ചൊരു താമസം ഉണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ നമ്മളെ ഇതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റും കൂടി ആ മൂടി വെച്ചുകാണ്ട് ഒന്ന് എടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ നല്ല വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ വെളിച്ചെണ്ണ വിചാരിച്ചുകാണ്ട് നമുക്ക് ടേസ്റ്റിന് യാതൊരു കുറവും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഞങ്ങളോട് പറയുന്നത്. അപ്പോൾ ഉപ്പൊക്കെ ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് എരിവൊക്കെ കറക്റ്റാണ്. നിങ്ങൾക്ക് മുളക് ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ മുളക് യൂസ് ചെയ്യണമെന്നില്ല, പൊടിച്ചിടണ്ട. നിങ്ങൾ കീറിയിട്ട് കൊടുക്കണേ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ഞാൻ ഇപ്പോൾ ഇതൊന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ ഇതിൽ എരിവ് ഉപ്പൊക്കെ നല്ലോണം പിടിക്കാനും ഒക്കെ നല്ലതാണ്. നമുക്ക് ദമ്മിട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നെയ്യോ എന്താ വേണ്ടിച്ചാൽ ഒന്ന് ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നേരം തിളക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങളോട് പറയണമെങ്കിൽ ആ ലൈക്കൊന്ന് അടിച്ചാൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ബെൽ ബട്ടനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്താളിട്ടാ. എന്നാലും ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വീഡിയോ ഇടുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഇതുണ്ടാവുക. അതിപ്പോൾ അറിയാത്തവരുണ്ടാവില്ല എന്ന് വിചാരിക്കണു. അപ്പോൾ അതാ ചോറ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നമ്മളെ ചോറ് നല്ല ചൂടുണ്ട്, ചൂടാറാത്ത പാത്രത്തിൽ ഇട്ട് കൊടുത്തതായിരുന്നു. അപ്പോൾ ചൂടില്ലാതെ കൂലല്ലോ, അപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പറയുമ്പോൾ നേരിട്ട് നമ്മൾ ആ വെള്ളം കംപ്ലീറ്റും വലിഞ്ഞ് പോണതിൻ്റെ അടുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നന്നാവല്. എനിക്ക് പണിക്കാരും കാര്യങ്ങളൊക്കെ കൂടി ഉണ്ടാകുമ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ട് ചെയ്യൽ. അതേമാതിരി അതിൻ്റെ എത്രയാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് അതിനനുസരിച്ച് ചോറ് വേവിക്കുക. ഇവിടെ ഞാനിത് കുറച്ച് കൂടുതലായിട്ട് വേവിക്കും. കാരണം വെച്ചാൽ ഉമ്മാക്കും കാക്കാക്കും ഒന്നും കൂടി വേവണം. നമുക്ക് അത്ര ഉണ്ട് വേണമെന്നില്ല ഫ്രൈഡ് റൈസും മന്തിൻ്റെ ഇതൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് വേവിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അനുസരിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിതാ ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്. ഇത് നിങ്ങൾക്ക് വേറെ എന്ത് പണി ചെയ്യുക വെച്ചാൽ നമ്മൾ ഇറച്ചിൻ്റെ വെള്ളം തിളച്ച് വന്നില്ലേ, ആ തിളച്ച് വന്ന സമയത്ത് അതിൽ നിന്ന് ഒരു 2-3 കയ്യിലത്തെ വെള്ളം മാറ്റി വെക്കുക. എന്നിട്ട് അത് ഒഴിച്ച് കൊടുത്താലും മതി. അങ്ങനെ ആകുമ്പോൾ കംപ്ലീറ്റ് ഇങ്ങോട്ട് ഒഴിച്ച് കൊടുത്താൽ നമ്മളെ ഈ നെയ്യിൻ്റെ ആ മസാലൻ്റെ ടേസ്റ്റൊക്കെ എല്ലായിടത്തും പിടിക്കും. അപ്പോൾ ഞാൻ വെറൈറ്റിക്ക് വേണ്ടി ഒരു നുള്ള് കളറ് കലക്കിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കളറിൻ്റെ ഒരു കുത്ത് വരാതെക്കാൻ വേണ്ടിയിട്ട് ആ കളറിൻ്റെ മേലെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ നിങ്ങൾ ചേർത്ത് നോക്കേണ്ടി ആ കളറ് പിന്നെ നല്ലൊരു ഇതുണ്ടാവും. പിന്നെ സാധാരണ കളറ് ചേർക്കണേക്കാട്ടിയും കുറച്ചും കൂടി ഒരു കളറിന് നല്ലൊരു തിക്ക് എന്ന് പറയും, അതുണ്ടാവും കേട്ടോ. അപ്പോൾ ആ കളറിൻ്റെ മേലെ നെയ്യ് ഒഴിച്ച് കൊടുത്താൽ ഞാൻ പറഞ്ഞ മാതിരി പ്രത്യേകിച്ച് ഒരു രുചി ഉണ്ടാവും. അപ്പോൾ ഞാൻ ആ കളർ ഒറ്റക്കൊന്നുകൊണ്ട് കോരട്ടെ. ഈ കളർ ഇടണം എന്നില്ല, അത് ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. നമുക്ക് കെമിക്കൽ ഒന്നുമില്ലാത്ത ചോറാണ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ ഈ കെമിക്കലില്ലാതെ എന്തിനാണ് ഈ കളർ ചേർത്തു എന്ന്. ഇത് ഫുഡ് കളറാണ് കേട്ടോ, നമ്മളെ കേക്കിലൊക്കെ ഇടണേ. പക്ഷേ അതും ഇടേണ്ട ആവശ്യമില്ല, ഞാനിതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഈ കളറൊക്കെ ഒന്നുകൊണ്ട് കോരി മാറ്റി വെക്കട്ടെ, നമുക്ക് ഡെക്കറേഷൻ ചെയ്യണ്ടേ. അപ്പോൾ ദാ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ഒന്നും നമുക്കിട്ട് കിടക്കാൻ കിട്ടൂല. പിന്നെ ഓരോരുത്തർ തന്നെ ഒഴിച്ച് കൊടുത്തത് ഇങ്ങനെ കോരാനും കൂടെ ഉള്ള സൗകര്യം ആലോചിച്ചിട്ടാട്ടാ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇതിലേക്കുള്ള കെച്ചപ്പ് പിന്നെ കൂട്ടുകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തൈര് മെയിനായിട്ട് ഞാൻ ക്യാരറ്റ് ഇട്ടുകൊണ്ടുള്ളത്. അപ്പോൾ ഈ ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാനിതിൽ ക്യാരറ്റ് ഇട്ടിടലുണ്ട് കേട്ടോ. ഈ അരിയിൽ ക്യാരറ്റ് ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ ദമ്മ് വെക്കുന്ന സമയത്ത് ക്യാരറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, ഞാൻ ഇടട്ടെ ചോദിച്ചപ്പോൾ അമ്മക്ക് ക്യാരറ്റ് ഇടാൻ ഒരു താല്പര്യം കണ്ടില്ല.
വേണമെന്നില്ല, ക്യാരറ്റ് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ക്യാരറ്റ് കൊണ്ട് തൈര് ഉണ്ടാക്കിക്കണം. അപ്പോൾ ഇങ്ങനത്തെ സമയത്ത് നിങ്ങൾ കുറച്ച് ക്യാരറ്റും കൂടി ഇട്ട് നോക്കേണ്ടി, നല്ല അടിപൊളി ടേസ്റ്റാണ്. ക്യാരറ്റ് വേവിക്കേണ്ട, നമ്മൾ ചോറ് ദമ്മിടുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ വെന്ത് പോകണം എന്നുള്ളവർക്ക് ആ ഇറച്ചിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഞാൻ സാധാരണ ഇട്ട് കൊടുക്കൽ ദമ്മിട്ട് കൊടുക്കണ ഒരു ലെയറിൻ്റെ മേലെ ഈ ക്യാരറ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ അതൊരു ആവിക്കൊരു വേവലും ഒരു നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടും. അപ്പോൾ അല്ലെങ്കിലോ നിങ്ങൾ ഈ ചോറ് തിളപ്പിക്കുമല്ലോ, തിളപ്പിച്ച് ഊറ്റുന്ന സമയത്ത് ഒന്ന് ഇട്ട് കൊടുത്താലും മതി, വേവണം എന്നുണ്ടെച്ചെങ്കിൽ. അപ്പോൾ ഇതൊരു വെറൈറ്റി ടേസ്റ്റുള്ള ചോറാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതോ എങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് പറയണം. അപ്പോൾ ഇതിൽ നമ്മൾ ചെറുനാരങ്ങൻ്റെ നീര് ഒഴിക്കണില്ല, നീര് ഒഴിക്കാതെ അതിനാണ് നമ്മൾ തൈര് ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ? അപ്പോൾ ഇഷ്ടമായെങ്കിൽ ആദ്യം പറഞ്ഞ മാതിരി ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.